ചെയ്യുമ്പോൾ 2023 നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യേശു കർത്താവ് എന്ത് പറയും? എന്തായാലും നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന ആ ഒരു രീതിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സമയമായിട്ട് ഈ ഒരു മെസ്സേജ് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവവചന കേൾവിക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. നമുക്കൊരു വാക്കുകൂടെ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നതായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. 2023 വർഷം മുഴുവനും നീ ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ അവസാന ആഴ്ചകളിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവെ, ഒരു പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പുതിയ പ്രതിഷ്ഠയോടും പുതിയ തീരുമാനത്തോടും കൂടെ പ്രവേശിക്കുന്നതിന് കർത്താവ് ഇന്നത്തെ വചന ശുശ്രൂഷ മുഖാന്തരമായി തീരുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. നമ്മൾ അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാവിന്റെ പ്രവചനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നിന്നും ചില ചിന്തകൾ പ്രാരംഭമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. യിരെമ്യാവിന്റെ പ്രവചനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിലെ ചില ചിന്തകൾ, ചില വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് ചിന്തിക്കാം. 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവിന് ദൈവത്തിൽ നിന്നുണ്ടായ ഒരു അരുളപ്പാടിനെ കുറിച്ച് നാം കാണുന്നു. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, 2:1. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്. ഇത് യിരെമ്യാവിന് ദൈവത്തിങ്കൽ നിന്നുള്ള ഒരു അരുളപ്പാടാണ്. യെരൂശലേം നിവാസികളോട്, ദൈവത്തിന്റെ ജനത്തോട്, ദൈവത്തിന്റെ ജനം എന്ന് അഭിമാനിക്കുന്നവരോട് പറയേണ്ടതായിട്ടുള്ള ഒരു ദൈവത്തിന്റെ തിരുവചനമാണ്. ഇതെന്താണ് പറയേണ്ടത്? 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. യഹോവയാണ് ഇത് അരുളി ചെയ്യുന്നത്. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ദൈവം പറയുകയാണ്, നിന്റെ കഴിഞ്ഞകാല ജീവിതം അല്ലെങ്കിൽ നീ ജീവിതം ആരംഭിച്ചിടം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. നീ എന്നെ അനുഗമിച്ച് നടന്ന യൗവനത്തിലെ ഭക്തി അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ച കാലത്തിലെ നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം. എന്റെ ജനമേ, നിന്റെ ഭക്തി, ഒരു കാലത്ത് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭക്തി, നിന്റെ സ്നേഹം, ഇത് ഞാൻ ഓർക്കുന്നു. ഇന്നെന്ന പോലെ അതെന്റെ മുൻപിൽ ഇരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇതിന് സമാനമായ ഒരു സൂചന നാം കാണുന്നുണ്ട്. ആദ്യ സ്നേഹം, ആദ്യ ഭക്തി, ഇതൊക്കെ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. എന്നിട്ട് ദൈവത്തിന് ഒരു വലിയൊരു സങ്കടം പറയുകയാണ്. ആ സങ്കടം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ആകാശമേ ഇതിൽ 2:12, ആകാശമേ ഇതിൽ വിസ്മയിച്ച് ഭ്രമിച്ച് സ്തംഭിച്ചു പോക. സ്തംഭിച്ച് എന്ന് യഹോവയുടെ അരുളപ്പാട്. അതായത് ആകാശത്തോടാണ് പറയുന്നത്, കേൾക്കാൻ ആരുമില്ല. ഇതിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോവുക. വിസ്മയിക്കുക, ഭ്രമിക്കുക, ഏറ്റവും സ്തംഭിച്ചു പോവുക. അതിന്റെ കാരണം എന്താണെന്ന് പറയുന്നു, യഹോവയുടെ അരുളപ്പാട്, എന്റെ ജനത്തിൽ 2 ദോഷം ഞാൻ കണ്ടിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, ഒട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. 2 ദോഷമാണ് പറയുന്നത്. ഒരു സ്തംഭിക്കുമാറ് അല്ലെങ്കിൽ വിസ്മയിക്കുമാറ്, ഭ്രമിക്കുമാറ്, അത്രമാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ദൈവം പറയുന്ന ഒരു കാര്യമാണിത്. അതെന്താണ്? ജീവജലത്തിന്റെ ഉറവയായ എന്റെ ജനം ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത പൊട്ട കിണറുകളെ അവർ കുഴിച്ചിരിക്കുന്നു. ഈ കാര്യം നാം ഒന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഇന്ന് രാവിലെ നാം ആരാധനയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്ന സമയത്ത്, നമ്മൾ രാവിലെ ടാപ്പ് തുറന്ന സമയത്ത് നമ്മുടെ ടാപ്പിൽ വെള്ളമില്ലായിരുന്നെങ്കിൽ നമുക്കിത് പലർക്കും ഇവിടെ കടന്നു വരാനായിട്ട് കഴിയുമായിരുന്നില്ല.
നമുക്കറിയാം ടാപ്പ് നാം തുറക്കുമ്പോൾ ടാപ്പിൽ വെള്ളം വരുന്നത് അത് ടാപ്പുമായിട്ട് ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ടാങ്കില് വെള്ളമുള്ളത് കൊണ്ടാണ്. പണ്ട് കാലത്തല്ല, പ്രത്യേകിച്ച് ഈ യെരമ്യാവ് എഴുതുന്ന ആ സമയങ്ങളിൽ ഇതുപോലെ ടാങ്കോ മോട്ടറോ ഒന്നും ഇല്ലായിരുന്നു. വെള്ളം അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു മൺകുടത്തിലോ അല്ലെങ്കിൽ പാറയിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ കൊണ്ട് വെള്ളം കോരി ഒഴിച്ച് അങ്ങനെയാണ് അവർ വെള്ളം സൂക്ഷിച്ചിരിക്കുന്നത്. സൂക്ഷിച്ച് പിൽക്കാലത്ത് പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിലൊരു ക്രാക്ക് വീണാൽ, ആ കുടത്തിൽ ഒരു ചെറിയ പൊട്ടലുണ്ടായാൽ എന്തുമാത്രം വെള്ളം കോരി ഒഴിച്ചാലും അതിൽ നിറയുകയില്ല. സിസ്റ്റം എന്നുള്ള വാക്കാണ് ഇവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം തന്റെ ജനത്തിൽ കണ്ടതായിട്ടുള്ള ഒരു ദോഷം, ജീവ ജലത്തിന്റെ ഉറവയായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. എന്നിട്ട് ഈ പൊട്ടക്കിണറുകളിലേക്ക്, ക്രാക്ക് വീണതായിട്ടുള്ള ആ കുടങ്ങളിലേക്ക് അവര് എന്ത് ചെയ്തിരിക്കുന്നു? അവര് അതിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നമുക്കറിയാം, കിണർ കുഴിക്കുമ്പോൾ ആ കിണർ ഒരു ഫൗണ്ടന്റെ അല്ലെങ്കിൽ ഒരു ഉറവയുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ അവിടെ നിർത്തി അവിടെ ചെറിയൊരു കുഴി കുഴിക്കും. ഈ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം ആ കിണറിൽ നിറഞ്ഞ്, ആ കിണറിലെ വെള്ളമാണ് നാം മോട്ടോർ ഉപയോഗിച്ച് അടിച്ച് ടാങ്കിൽ നിറച്ച് നാം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. നമ്മുടെ കിണറ്റിൽ വെള്ളമുള്ളപ്പോൾ നാം അതിനെ ആശ്രയിക്കാതെ ഒരു പൊട്ടക്കുടത്തിൽ പോയി അല്ലെങ്കിൽ ഒരു പൊട്ടിയ ഒരു പാത്രത്തിൽ വെള്ളം അന്വേഷിച്ച് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ വെള്ളം അന്വേഷിച്ച് നാം വെള്ളം കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചാൽ, ഇങ്ങനെ ഒരവസ്ഥ സംഭവിച്ചാൽ നാം അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമുക്കിതൊരു അത്ഭുതം തോന്നും. കാരണം മുറ്റത്തെ കിണറ്റിൽ വെള്ളം ഉണ്ടായിരിക്കെ ആ വെള്ളം കുടിക്കാതെ ഒരു പൊട്ടിയ കുടത്തിൽ വെള്ളം അന്വേഷിച്ച് ദാഹിച്ച് വലഞ്ഞ് മരിച്ചുപോയ മരിക്കുന്ന ആളെ നാം പോഷനെന്നോ അല്ലെങ്കിൽ വിവരമില്ലാത്തവനെന്നോ അല്ലെങ്കിൽ എന്തിനെ ചെയ്തു, എന്തിന് താൻ മരിക്കാനിടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു അത്ഭുതം കൂറുമാറ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സംഭവത്തോട് നാം പ്രതികരിച്ചു എന്ന് വരാം. ഇതുപോലെയുള്ള ഒരു പ്രതികരണമാണ് ദൈവത്തോട് നൽകുന്നത്. ആകാശം ഇതിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകാം. എന്റെ ജനത്തിൽ ഞാൻ 2 ദോഷം കണ്ടിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ കുഴിച്ചിരിക്കുന്നു. വെള്ളം നമുക്കറിയാം, വെള്ളം ഒരു ജീവന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുടെ പ്രതീകമാണ്, സംതൃപ്തിയുടെ പ്രതീകമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് വെള്ളത്തെ പരിശുദ്ധാത്മാവിനോട് ഊമിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 7-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ നാം വായിക്കുമ്പോൾ ഈ വെള്ളത്തിന്, ഞാൻ പറഞ്ഞു, ജീവന്റെ പ്രതീകം, സമൃദ്ധിയുടെ പ്രതീകം, സംതൃപ്തിയുടെ പ്രതീകമായിട്ടൊക്കെ ആലങ്കാരികമായ ഭാഷയിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വെള്ളത്തെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് അതിന് 2-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുക്കുക 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള പദപ്രയോഗം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 2-ാമത്തെ അധ്യായത്തിന്റെ തുടങ്ങുന്നത് തന്നെ they have no wine എന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ എന്താണ്, അവർക്ക് വീഞ്ഞ് ഇല്ല. 2:3 they don't have any wine, അവർക്ക് വീഞ്ഞില്ല എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് എന്ന് തുടങ്ങുന്നത്. അവരുടെ വീഞ്ഞ് തീർന്നു പോയി. എന്നാൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവരുടെ 6 കൽപാത്രങ്ങൾ, സാധാരണ കൽപാത്രങ്ങളല്ല, യഹൂദന്മാരുടെ ശുദ്ധീകരണ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശുദ്ധീകരണ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് അവര് കരുതിയിരിക്കുന്ന, അതിന് പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുന്ന 6 കൽപാത്രങ്ങൾ. ആ കൽപാത്രങ്ങളിൽ ഒന്നില്ല, വെള്ളമില്ല. യേശു കർത്താവിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇവിടെ നിങ്ങൾ വെള്ളം നിറയ്ക്കുക. എവിടെയെങ്കിലും കൊണ്ട് വെള്ളം നിറയ്ക്കാനായിട്ടല്ല, അവിടെ ഇരിക്കുന്ന തൊട്ടിയിലോ പാത്രത്തിലോ ഒന്നും നിറയ്ക്കാനായിട്ടല്ല പറയുന്നത്. മറിച്ച് ഈ ശുദ്ധീകരണ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ പാത്രത്തിൽ തന്നെ വെള്ളം നിറയ്ക്കാനായിട്ട് പറയുന്നു. കാരണം അതും കാലിയായിരുന്നു. അവിടെ വെള്ളം നിറയ്ക്കുമ്പോൾ എന്തും സംഭവിക്കുന്നു? യേശു കർത്താവിനെ അനുഗ്രഹിച്ച് മധുരമുള്ള ഒരവസ്ഥയാക്കി മാറ്റിയിരിക്കുന്നു. എംറ്റി ആയിരിക്കുന്ന പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമ്പോൾ യേശു കർത്താവ് അതിനെ മധുരിക്കുന്ന അനുഭവമായി,
അല്ലെങ്കിൽ അനേകർക്ക് ഉപകാരപ്രദമായ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റിയിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമ ആചാര അനുഷ്ഠാനങ്ങൾക്കൊന്നും മനുഷ്യന്റെ പൂർണ്ണമായ ശുദ്ധീകരണം വരുത്താനായിട്ട് അല്ലെങ്കിൽ മനുഷ്യന് പൂർണ്ണമായിട്ട് സംതൃപ്തി വരുത്താനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു പുതിയ ഒരു അവസ്ഥ കൊണ്ടുവരുവാൻ യേശു കർത്താവിന് കഴിയുന്നു. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവ് വെള്ളത്താലുള്ള ഒരു ജനനം, ആത്മാവിനാലുള്ള ഒരു ജനനത്തെ കുറിച്ച് നിക്കോദിമോസിനോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. യേശു കർത്താവ് പറയുകയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയുകയില്ല എന്ന് നിക്കോദിമോസിനോട് പറയുന്നതായിട്ട് നാം കാണുന്നു. നമ്മൾ വീണ്ടും വായിക്കുന്ന സമയത്ത് ഒരു ശമരിയ സ്ത്രീയുടെ കാര്യം നമ്മൾ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഈ ശമരിയ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്നത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്ന സമയത്ത് എനിക്ക് കുടിക്കാനായിട്ട് തരിക എന്ന് പറയുന്നു. അപ്പൊ യേശു കർത്താവ് ശമരിയ സ്ത്രീ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ യേശു കർത്താവ് അവരോട് പറയുന്ന മറുപടി വളരെ രസകരമാണ്. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിന്നോട് ആരാണ് വെള്ളം ചോദിക്കുന്നതെന്ന് നീ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നു എന്ന് പറയുന്നു. യേശു കർത്താവ് വീണ്ടും ആ സ്ത്രീയുടെ ചില സംശയങ്ങളൊക്കെ ദൂരീകരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നീട് വീണ്ടും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവായി തീരും എന്ന് പറയുന്നു. അതായത് ഞാൻ കൊടുക്കുന്ന വെള്ളം അവന്റെ ഉള്ളിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവായി മാറും എന്ന് നാം കാണുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ 7-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. യേശു കർത്താവ് അവിടെ വീണ്ടും പറയുകയാണ്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. നമ്മൾ ആ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. എന്നാൽ നാം വീണ്ടും നമ്മൾ വായിച്ചു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ ഒരു വിലാപ്പുറത്തിൽ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുന്നതും അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്നതായിട്ട് അവിടെ ആ ഒരു വെള്ളത്തിന്റെ പരാമർശം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നത്, നമ്മെ നിലനിർത്തുന്നത്, നമ്മുടെ ഉള്ളിലൊരു ജീവജലത്തിന്റെ നദി നൽകുന്നത് യേശു കർത്താവാണ്. ഈ യേശു കർത്താവിനെ ത്യജിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ത്യജിച്ച് പൊട്ടക്കിണറുകളിലേക്ക് നാം പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാം വീണ്ടും വീണ്ടും നമ്മുടെ ആശ്രയം നമ്മൾ ആരിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആദ്യം 7-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ ആ ചിന്തയിൽ നിന്ന് ആ ചിന്ത കുറച്ചുകൂടി വിശാലമായി നമ്മൾ ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് 3 ആഹ്വാനങ്ങൾ നൽകുന്നത്. 1 വരുവാനായിട്ടാണ്, 2 കുടിക്കാനായിട്ടാണ്, 3-ാമത്തേത് ആ കുടിച്ച് സംതൃപ്തരായവർക്ക് ജീവജലത്തിന്റെ നദികൾ അവരിൽ നിന്ന് ഒഴുക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് അവിടെ കൊടുക്കുന്നത്. സോ കം ഡ്രിങ്ക് ആൻഡ് ഫ്ലോ. ഇത് പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് നമ്മുടെ ഒരു നിയോഗമാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്, നമ്മിൽ നിന്ന് ദൈവം ഇത് ആഗ്രഹിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങൾ. 1, യേശു കർത്താവിന്റെ അടുക്കൽ വരിക. യേശു കർത്താവിന് പഴയ നിയമത്തിൽ നാം വായിച്ച യെരമ്യാ പ്രവചനത്തിൽ നാം വായിച്ചത് അവർ ജീവജലത്തിന്റെ ഉറവയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമുക്ക് ദൈവം നമ്മളോട് പറയുന്നത്, കം അൺടു മീ, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ കുടിക്കുന്ന വെള്ളം, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ തന്നെ ഒതുക്കി നിർത്താതെ ഒരു നദി കണക്കെ പുറത്തേക്ക് ഒഴുകുക. ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ഈ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു കർത്താവ് കൊടുക്കുന്ന വെള്ളം എന്താണ്? അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് നാം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആത്മനിറവിനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു ദാഹവും
ആഗ്രഹവും അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു വാഞ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ല അല്ല നാം വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ ആ ജീവനുള്ള ദൈവത്തെ എന്താണ് ജീവനുള്ള നീരുറവെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ ഈ പൊട്ടക്കിണറുകളിലേക്ക് നാം തിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആശ്രയം എന്തൊക്കെ അതിലൊക്കെ ഉണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടത് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഒരു ഇവിടെ യേശു കർത്താവ് ആദ്യം നൽകുന്ന ആഹ്വാനം വരാനായിട്ടാണ്. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെങ്കിൽ, ഒരു ചികിത്സയ്ക്കായിട്ട് പോകണമെങ്കിൽ ആ ഡോക്ടറിൽ ഒരു വിശ്വാസം വേണം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് നാം ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ടത് ആ ഡോക്ടറിലുള്ള ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് നമ്മൾ ഡോക്ടറിലേക്ക് അടുത്തേക്ക് പോകാനായിട്ടും ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് കുടിക്കാനായിട്ടും അത് അനുസരിച്ച് നമ്മുടെ ജീവിതം സുഖമാകാനും കാരണമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ഈ 2023 അവസാന കാലഘട്ടങ്ങളിൽ നാം അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ വരുമ്പോൾ നാം ഒന്ന് സ്വയം വിലയിരുത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. നാം ശരിക്കും ജീവജലത്തിന്റെ ഉറവായ ആ ദൈവത്തിൽ പൂർണ്ണമായി സംതൃപ്തി കണ്ടെത്തുന്നുണ്ടോ? ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കുന്നുണ്ടോ? നാം ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആ ജീവജലം നാം കുടിക്കുന്നുണ്ടോ? ആ ജീവജലം എന്ന് യോഹന്നാൻ വിവക്ഷിക്കുന്ന ആ പരിശുദ്ധാത്മ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മൾ പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എങ്കിലും യേശു കർത്താവ് ഇവിടെ പറയുന്നത് നിറഞ്ഞ് ഒരു കവിഞ്ഞ് ഒഴുകുന്നതായിട്ടുള്ള ഒരവസ്ഥ. പുതിയ നിയമസഭയുടെ ഒരു വലിയ മണവാട്ടി സഭയുടെ ഒരു ദൂതെന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നിടത്ത് യോഹന്നാൻ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുന്നു: വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും പറയട്ടെ വരിക എന്ന്, ദാഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇത് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ പുതിയ നിയമം അവസാനിക്കുന്നത് തന്നെ. അവിടെ സ്വർഗത്തിൽ നമുക്കൊരു ജീവജല നദി കാണുന്നു. ആ 22-ാമത്തെ അധ്യായത്തിൽ അവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു മനോഹരമായ ഒരു അനുഭവം നാം കാണുന്നു. നദി എന്ന് പറയുന്നത് ഒഴുകാനായിട്ട്, വെള്ളം എന്ന് പറയുന്നത് എന്താണ്, സംതൃപ്തിപ്പെടുത്തുന്നതാണ്. നമ്മുടെ തന്നെ സംതൃപ്തിയിൽ ഒതുങ്ങാതെ, നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്കുമായിട്ട് ഈ വെള്ളത്തെ മാത്രം ഉപയോഗിക്കാതെ, പുതിയ നിയമവിശ്വാസികളെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു നദിയുടെ ഒരു ഒഴുക്കാണ്. ഈ നദി എവിടെയൊക്കെ ഒഴുകുന്നു, എസ്കേൽ പ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള മനോഹരമായ ഒരുപാട് പ്രതീകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നദി എവിടെയൊക്കെ ചെന്ന് ചേരുന്നോ അവിടെയൊക്കെ ജീവൻ ഉണ്ടാകും. നദി എവിടെയൊക്കെ ചെന്ന് ചേരുന്നോ അവിടെയൊക്കെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നദി എവിടെയൊക്കെ ചെന്ന് ചേരുന്നോ അവിടെയൊക്കെ ജീവന്റെ ഒരു തുടിപ്പ് കാണാനായിട്ട് കഴിയും. സോ ഒരു നദി നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട്, ഒരു ജലത്തിന്റെ വലിയൊരു സ്രോതസ് നമ്മിൽ വെച്ചിട്ട് നമ്മളെ ഉപയോഗിക്കാതെ, നാം സ്വയമായിട്ട് ഉപയോഗിക്കാതെ, നമ്മൾ കുടിച്ച് സ്വയമായിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ ജീവിതം ഒരു വരണ്ട അവസ്ഥയിലേക്ക് പോയാൽ അതിന് ഉത്തരവാദി ദൈവമല്ല, മറിച്ച് നാം തന്നെയാണ്. ദൈവം പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ, എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കുടിച്ച് സംതൃപ്തരായി കൈയും പൂട്ടിയും ദൈവത്തെ സ്തുതിച്ചിരിക്കാനായിട്ടല്ല, ഒഴുക്കാനായിട്ടുള്ള ഒരു ആഹ്വാനം. ഈ 2023 അവസാനിക്കുന്നതായിട്ടുള്ള ഈ സമയങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ഒരു കാലത്ത് യൗവനത്തിലെ സ്നേഹം, യൗവനത്തിലെ ഭക്തി, ഇതൊക്കെ ദൈവത്തിന് ഇപ്പോഴും അറിയാം. ആ സ്നേഹത്തിൽ നിന്ന് നാം പുറകോട്ടാണോ പോയിരിക്കുന്നത് അതോ മുൻപോട്ടാണോ പോയിരിക്കുന്നത്? ഇനി അധികം കാലം ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ കഴിഞ്ഞകാല ആ സ്നേഹം, കഴിഞ്ഞകാല ആ ഭക്തി, അത് നമുക്ക് കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു സമയമായി ഇനിയുള്ള ദിവസങ്ങൾ മാറട്ടെ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചും ഈ രണ്ട് ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കട്ടെ. ജീവനുള്ള ജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകളെ കുഴിക്കുന്ന ഒരവസ്ഥ, ഈ പൊട്ടക്കിണറുകൾ തേടിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ ആശ്രയം എവിടെയാണ്? ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മെ സംതൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ പ്രാർത്ഥന ഒരു ജൽപ്പനങ്ങൾ മാത്രമാണ്, അതോ ആ ദൈവസന്നിധിയിൽ ഇരുന്ന് ആ പൂർണ്ണമായിട്ട് സംതൃപ്തിപ്പെടുത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? ഈ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു നിറവ്, ആത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഈ ആത്മാവിന്റെ നിറവ് ഒരു ഒഴുക്കായി മാറുന്നുണ്ടോ?
ഈ ഒഴുകുന്ന ഒഴുക്ക് നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നില്ലെങ്കിൽ ദിസ് ഈസ് ദ ടൈം, ഇതാണ് സമയം. ദൈവം യേശു കർത്താവ് പറയുകയാണ്, വരിക, കുടിക്കുക, ഒഴുകുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സംതൃപ്തിയുടെ അനുഭവമായി മാറും. പ്രിയ ദൈവമക്കളെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തെ ശരിയായിട്ടൊന്ന് പരിശോധിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ രണ്ട് ദോഷങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് പറയാതിരിക്കട്ടെ. അങ്ങനെ കൂടുതൽ ദൈവസ്ഥയിൽ ആശ്രയമുള്ളവരായും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായും ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നവരായും ഒക്കെ നമുക്ക് മാറാനായിട്ട് കഴിയേണ്ടതുണ്ട്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കുകയും ശക്തീകരിക്കുകയും അതിനായിട്ട് ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ സുജോയും ഫോർ ദ അനുഗ്രഹീതമായ ദൈവവചനത്തിനും. നമ്മൾ കേട്ടതുപോലെ, ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ, ജീവന്റെ ജലമായ ദൈവത്തിൽ നിന്നും നാം വിട്ടുപോയി, അകന്നുപോയി, ആ ജീവന്റെ ജലത്തെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകൾ അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് മടങ്ങി വരുവാനുള്ള ഒരാഹ്വാനമായിട്ട്, ജീവജലത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരാഹ്വാനമായി ഏറ്റെടുത്ത്, സഹോദരൻ നമ്മോട് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി അടുത്ത വർഷത്തിന്റെ പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ ഒരവസരം തന്നാൽ, നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് മനം തിരിഞ്ഞ് ജീവജലത്തിന്റെ അടുത്തേക്ക് വരുവാൻ യേശു ആഹ്വാനം ചെയ്തതുപോലെ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, അത് ഇന്ന വ്യക്തിക്കൊന്നുമില്ല, ആർക്കെങ്കിലും, അത് ഏവർക്കുമാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ. അതായത് നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് വന്ന് യേശുവിൽ നിന്ന് കുടിച്ചു കഴിയുമ്പോൾ, ജീവന്റെ ജലമായ യേശുവിൽ നിന്ന് നാം പാനം ചെയ്തു കഴിയുമ്പോൾ, ഒരു നദിയല്ല, ജീവൻ നദികൾ തന്നെ നമ്മളിൽ നിന്ന് പുറപ്പെടും എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ ആദ്യ സ്നേഹവും ആദ്യ ഭക്തിയും ദൈവത്തോടുള്ള എരിവും ആ സമർപ്പണവും എല്ലാം കാലക്രമേണ നമ്മുടെ വിശ്വാസ ജീവിതത്തില് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് ഒന്ന് പരിശോധിച്ച് എവിടെയെല്ലാമാണോ പാളിച്ചകള്, ഉപേക്ഷിക്കലുകള്, വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി കർത്താവിന് സമർപ്പിച്ച് യേശുവിന്റെ അടുത്തേക്ക് വരാം. നാം യേശുവിന്റെ അടുത്തേക്ക് വരുന്നുവെങ്കിൽ അവൻ നമുക്ക് നിത്യജീവന്റെ ജലം തന്ന് ജീവനദികൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നവരാക്കി നമ്മെ മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി അവിടെ ഞങ്ങൾക്ക് നൽകി. അവിടെ നിന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും ഒന്ന് വിശകലനം ചെയ്യുവാനും അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ സമ്മതിക്കും, ഞങ്ങളുടെ ജീവിതത്തില് ജീവന്റെ ജലമായ, ജീവന്റെ ഉറവയായ അങ്ങയെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകള് അന്വേഷിച്ച് പോയ സാഹചര്യങ്ങള് ഉണ്ടായിട്ടുണ്ട്. കർത്താവെ, ആ കുറവുകളെല്ലാം തിരുത്തി മടങ്ങി വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ സഹായിക്കണം, മടങ്ങി വന്ന് ജീവജലമായ അങ്ങിൽ നിന്ന് കുടിക്കുവാൻ. കർത്താവെ, അങ്ങിൽ നിന്ന് കുടിച്ച് ജീവന്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത് ജീവനദികള് ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ
കർത്താവേ, അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് അയച്ചു തന്ന ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സഹായവും അവിടുത്തെ കൃപയുമില്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ഇതുമായി അധ്വാനിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. ഒരു മടങ്ങി വരവിന്, അങ്ങിൽ നിന്ന് കുടിക്കുവാന്, അങ്ങിൽ നിന്ന് കുടിച്ച് തൃപ്തിപ്പെടുവാന് കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ വ്യാഖ്യാനിച്ചു തന്ന വചനം ഞങ്ങൾക്ക് തന്ന സുജോയ് സഹോദരനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരന്റെ ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ മകനെ അവിടുത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം. പ്രത്യേകിച്ചും തന്റെ കർത്താവെ ശുശ്രൂഷകളിൽ, കോളേജ് കുട്ടികളുടെ ഇടയിലുള്ള ആ ശുശ്രൂഷയില് കർത്താവെ ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ച് അനേക കുഞ്ഞുങ്ങളെ ആ ജീവന്റെ ജലമായ, ജീവന്റെ ഉറവയായ അങ്ങിലേക്ക് നയിക്കുവാൻ പ്രിയ മകനെ എടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ സന്ദേശം കർത്താവെ വചനം ഞങ്ങൾക്ക് കർത്താവെ ഈ ഒരാഴ്ച കാലം മുഴുവൻ കർത്താവെ അധ്വാനിക്കുവാൻ, തുടർന്നും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ കരങ്ങളിൽ കർത്താവെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും അവിടുത്തെ ആ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നാം എല്ലാവരോടും കൂടെ, നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. തുടർന്ന് കർത്തൃമേശയ്ക്കുള്ള ചിന്തയ്ക്കായി രാം